ഇപ്പം വാട്സപ്പിൽ ഒരു ഫോട്ടോ സെൻഡ് ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു ഫോട്ടോയിൽ എന്തെങ്കിലുമൊക്കെ ടെക്സ്റ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാവുന്നതാണ്. അതിന് ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വാട്സപ്പിൽ തന്നെ ഇത് ചെയ്യാവുന്നതാണ്. എന്തായാലും ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് വാട്സപ്പിൽ ഫോട്ടോ സെൻഡ് ചെയ്യുന്നതിന് മുമ്പ് അതിലോട്ട് എങ്ങനെ ഒരു ടെക്സ്റ്റും കൂടി ആഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് വാട്സപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഏത് കോൺടാക്റ്റിലോട്ടാണോ നിങ്ങൾക്ക് ഫോട്ടോ സെൻഡ് ചെയ്യേണ്ടത് ആ ഒരു കോൺടാക്ട് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ക്യാമറ ബട്ടൺ കാണാൻ പറ്റും. ഒന്നുകിൽ ഇതിൽ ക്ലിക്ക് ചെയ്യാം, എല്ലാ നിലയിൽ ഇങ്ങനെ ഒരു പിന്ന് പോലത്തെ ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ക്യാമറ അല്ലെങ്കിൽ ഗാലറി എന്നുള്ളത് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാനാണെന്നുണ്ടെങ്കിൽ ക്യാമറ സെലക്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഗാലറി സെലക്ട് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഗാലറിയിൽ നിന്ന് ഇഷ്ടമുള്ള ഫോട്ടോ സെലക്ട് ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാമറ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഫോട്ടോ എടുക്കാവുന്നതാണ്. അല്ല ഗാലറിയിൽ നിന്ന് ഫോട്ടോ സെലക്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും ഞാനൊരു എക്സാമ്പിളിന് ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഇതിലോട്ട് എന്തെങ്കിലുമൊക്കെ ടെക്സ്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ടി എന്നുള്ള ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഫോണ്ട് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇഷ്ടമുള്ള ഫോണ്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു ബോക്സിന്റെ കളർ ചേഞ്ച് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇഷ്ടമുള്ള കളർ ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു ബോക്സ് വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ബോക്സ് ഒഴിവാക്കാവുന്നതാണ്. പിന്നെ ഇവിടെ അലൈൻമെന്റും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫോണ്ട് സൈസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ബോക്സ് ഒഴിവാക്കിയാൽ പിന്നെ ഇവിടെ ഈ ഒരു കളർ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഫോണ്ടിന്റെ കളറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആവുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. എന്തായാലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് ഡണ്ണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എഴുതിയ കാര്യം ഇവിടെ ആഡ് ആവുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇത് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് അതിൽ ലോങ് പ്രസ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് മൂവ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇത് വലുതാക്കണം എന്നുണ്ടെങ്കിൽ 2 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് അത് വലുതാക്കാവുന്നതാണ്. എന്തായാലും ഒരു ടെക്സ്റ്റ് ഇവിടെ ആഡ് ചെയ്തതിന് ശേഷം സെൻഡ് ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോട്ടോ സെൻഡ് ആവുന്നതായിരിക്കും. അതിനുശേഷം നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ടെക്സ്റ്റുമായിട്ട് ആ ഒരു ഫോട്ടോ സെൻഡ് ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് വാട്സപ്പിൽ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ടെക്സ്റ്റ് ആഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.